തെരുവുനായ്ക്കളുടെ ശല്യവും പരാതിയും വ്യാപകമാവുന്ന കേരളത്തിൽ തെരുവുനായ്ക്കളുടെ ജനന നിയന്ത്രണ ബോധവൽക്കരണവുമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ രംഗത്തിറങ്ങി. 1.5 മണിക്കൂറോളം നീണ്ടുനിൽക്കുന്ന അതിസങ്കീർണമായ ശസ്ത്രക്രിയ വഴി പെൺനായ്ക്കളെ വന്ധ്യംകരിക്കുകയാണ് ചെയ്യുന്നത്. തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് കോടതി ഉത്തരവുകൾ തടസ്സമാകുമ്പോൾ വന്ധ്യംകരണത്തിന്റെ സാധ്യതകൾ തേടുകയാണ് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ. കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും ഇത്തരത്തിൽ ക്യാമ്പുകൾ നടന്നു. കാഞ്ഞങ്ങാട് താലൂക്ക് വെറ്റിനറി ആശുപത്രിയിലാണ് പെൺനായ്ക്കൾക്ക് ശസ്ത്രക്രിയ നടത്തിയത്. വെറ്റിനറി വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. 1.5 മണിക്കൂറോളം നീണ്ടുനിൽക്കുന്ന ശസ്ത്രക്രിയയിൽ പെൺനായ്ക്കളെ ബോധം കെടുത്തി ഗർഭപാത്രം നീക്കം ചെയ്യുന്ന രീതിയാണ് പ്രാവർത്തികമാക്കുന്നത്. പൊതുജനങ്ങളിൽ നായ്ക്കളിലുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയയെ പറ്റി ബോധവൽക്കരിക്കാനും അതുപോലെ തന്നെ നായ്ക്കളുടെ പെരുപ്പം തടയാനും അവരെ വേണ്ടത് ശുശ്രൂഷിക്കാൻ വേണ്ട അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടുതൽ ആൾക്കാർ ABC പ്രോഗ്രാം, ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാനും അതുപോലെ തന്നെ നായ്ക്കളിലെ പെരുപ്പം, നമ്മുടെ നാട്ടിൽ കാണുന്ന പെരുപ്പം കുറക്കാനും അതുപോലെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഈ പദ്ധതികൾ സഹായിക്കും. അതുപോലെ തന്നെ ഇത് സ്ട്രേ ഡോഗ്, നമ്മുടെ അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ ധാരാളമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, നമ്മുടെ പട്ടണത്തിലുമുണ്ട്. ഇത് കുറക്കാൻ വേണ്ടി കൂടിയാണ് ഇതുപോലത്തെ വന്ധ്യംകരണ ശസ്ത്രക്രിയ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. കാഞ്ഞങ്ങാട്ട് 4 പെൺനായ്ക്കളെ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. ഭാവി സാധ്യത മുന്നിൽ കണ്ടാണ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ VM സുനിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ GK മഹേഷ്, വെറ്റിനറി സർജൻ ഡോക്ടർ ടിറ്റോ ജോസഫ്, ഡോക്ടർ മുരളീധര എന്നിവരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തിയത്.